الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى يسلمكم وعلى آله وعبادته സൈക്കർമ്മകൾ അല്ലാഹു പരിപൂർണ്ണമായി കബൂൽ ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുകയും ചെയ്യുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500 പരിശുദ്ധമായ മീലാദിന്റെ ദിനത്തിലേക്ക് സമാഗമമായി കൊണ്ടിരിക്കുകയാണ്. സഫർ 29 ഇന്ന് പിറകാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിക്കാനും അവിടുത്തെ തിരുശരീരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതായ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിലൂടെ തങ്ങളുടെ മഹത്തായ ഒരു സ്വഭാവ ഗുണത്തെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി പറയുകയാണ്. قال رسول الله صلى الله عليه وسلم إذا فقد الرجل من إخوانه 3 أيام. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹോദരന്മാരിൽ നിന്നും അല്ലെങ്കിൽ സ്വഹാബത്തിൽ നിന്നും 3 ദിവസം ഒരാളെ കണ്ടില്ല എങ്കിൽ സഅല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പറ്റി അന്വേഷിക്കുമായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ഒരാൾ 2-3 ദിവസം കണ്ടില്ലെങ്കിലും ഒരാഴ്ച കണ്ടില്ലെങ്കിലും നമ്മൾ തിരക്കാറുണ്ട്, ചിലപ്പോൾ അപൂർവമായി തിരക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളിൽ നിന്നും ഒരാളെ 3 ദിവസം കണ്ടില്ല എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ അയാളെ പറ്റി ചോദിക്കും. എന്നിട്ടോ ഫൈൻകാന ഗായിബൻ ദഅ ലഹു, ഇനി അദ്ദേഹം വല്ല പുറത്തു വല്ല പോയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ജോലി ആവശ്യത്തിലോ കച്ചവടത്തിലോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തുമല്ല പോയിരിക്കുകയാണെങ്കിൽ ദഅ ലഹു, റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബത്തിന് വേണ്ടി ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യും. വഇൻകാന ഷാഹിദൻ സാറഹു, ഇനി അതല്ല അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ട്, പള്ളിയിലൊക്കെ കാണാത്തതാണ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തിരക്കുകളുണ്ടായിരിക്കാം, നാട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 ദിവസം കാണാതെയുള്ള സഹോദരന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ പോകുമായിരുന്നു, സന്ദർശിക്കുമായിരുന്നു. ഫൈൻകാന മരീദൻ, അതല്ല ഇനി പല രോഗിയായി കിടപ്പിലാണെങ്കിൽ അങ്ങനെ അറിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദഹു, ആ രോഗ സന്ദർശനം നടത്തുമായിരുന്നു. ഇതായിരുന്നു അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സ്വഭാവം. നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കണ്ടാലും പ്രശ്നമില്ല, സുഖമില്ലാതെ എന്തായാലും പ്രശ്നമില്ല, അല്ലെ ആരോഗ്യമുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ ഒരു സംസ്കാരമാണ് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ഒരു ദിവസം തന്നെ പള്ളികളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ എന്താ അവിടെ പോയി ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ കാണാൻ പറ്റിയില്ലല്ലോ, ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ നാം ചോദിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമുക്കും പകർന്നു നൽകിയ ഏറ്റവും മഹത്തായ ഒരു മാതൃകയാണ്. അല്ലാഹു തആല അത്തരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധമായ ഖൈറുകളും നന്മകളും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖുൽ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.